ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാനും കുട്ടികളും ആദ്യമായിട്ട് മെട്രോയിൽ കയറുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ അത്. ഇതിനു മുമ്പ് ഞങ്ങൾ ആരും തന്നെ ഇതിൽ കയറി ഇരുന്നിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടായതുകൊണ്ട് തന്നെ താഴെ കുറച്ച് അതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് ടിക്കറ്റ് എടുക്കുക, അതുപോലെ തന്നെ അവിടെ സ്കാനർ ഉണ്ട്, ആ സ്കാനറിൽ വെക്കുക, അങ്ങനെയൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യമായിട്ട് തന്നെ ആയതുകൊണ്ട് അതൊന്നും അറിഞ്ഞിട്ടുണ്ടായില്ല. പിന്നെ നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്ത് അങ്ങനെ വന്നു. പിന്നെ ലിഫ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ലിഫ്റ്റിൽ നിന്ന് മേലെ കമ്പാർട്ട്മെൻറ്റിൽ കയറി നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ മെട്രോ എത്തിയിട്ടുണ്ട്. മെട്രോയിൽ കാണുന്നതിന് കുറച്ച് ഇപ്പുറത്ത് ഒരു യെല്ലോ കളർ ബോർഡർ ഉണ്ട് കേട്ടോ. അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അവിടെ എല്ലാം സെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അവർ വിസിലടിക്കും. അങ്ങനെ നമുക്ക് എല്ലാം പറഞ്ഞു തരാനൊക്കെ ആളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ നമ്മളുടെ മെട്രോ വരുന്നത് എവിടെ നിന്നാണ്, അതുപോലെ ഇവിടെ എത്ര മണിക്ക് എത്തും, ഇനി എത്ര നേരം ഉണ്ട് അത് എത്താനെന്നുള്ളതൊക്കെ കാണിക്കുന്ന ഒരു ഡിജിറ്റൽ വാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മെട്രോ എത്തി, ഞങ്ങളെല്ലാവരും കയറിയിട്ടുണ്ട്. ഞങ്ങൾക്ക് സീറ്റ് കിട്ടി, അതിലിരുന്നു. ജസ്റ്റ് ആസ് യൂഷ്വൽ നമ്മൾ ബസ്സിലൊക്കെ പോകുന്ന പോലെ, പക്ഷേ ട്രാഫിക്കോ ബ്ലോക്കോ അങ്ങനെ ഒരു ഇതൊന്നുമില്ല. നമുക്ക് നോർമലായിട്ട് സുഖമായി പോവാട്ടോ. ഇത് എക്സ്പീരിയൻസ് ചെയ്യാത്തവരാണെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എനിക്ക് നല്ല ഇഷ്ടമായി. പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ടുപോകാനൊക്കെ നമുക്ക് നല്ല ഒരു സെറ്റപ്പായിരുന്നു. ഡോറും കാര്യങ്ങളെല്ലാം ലോക്ക്ഡാണ്, നമുക്ക് നല്ല സെക്യൂർഡാണ്. അതുപോലെ തന്നെ ഡോറിൻ്റെ തൊട്ടടുത്ത് ഒരു ചെറിയ സ്ക്രീൻ ഉണ്ട് കേട്ടോ. അതിൽ നമുക്ക് ഇനി അടുത്ത സ്റ്റോപ്പുകൾ ഏതൊക്കെയാണ്, ഇനി തൊട്ടടുത്ത് വരുന്നത് ഏത് സ്റ്റോപ്പാണ്, അങ്ങനെയൊക്കെ കാണിച്ചു തരും. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റോപ്പ് എത്താനായപ്പോൾ നമ്മളവിടെ വെയിറ്റിങ്ങിൽ നിൽക്കുകയാണ്. അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു മെട്രോ ഓപ്പോസിറ്റ് സൈഡിലൂടെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളത് കണ്ടു. നമുക്കതുപോലെ ഒരുപാട് എറണാകുളം ഭാഗത്തെന്ന് പറയുമ്പോൾ ഫ്ലാറ്റുകളും ബിൽഡിങ്ങുകളൊക്കെ നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ നല്ല ഹൈറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ അതൊക്കെ കാണാൻ പറ്റിയിട്ടോ. നല്ല വ്യൂവും കാര്യങ്ങളായിരുന്നു. ടോട്ടലി ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു എക്സ്പീരിയൻസ് ഇഷ്ടമായി. നമ്മൾ മെട്രോയിൽ കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ആജിമ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആജിമ ഉറങ്ങിയത് കൊണ്ടാണ് എനിക്ക് മെയിനായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയത്. ഇല്ലെങ്കിൽ ആൾ ഒതുങ്ങി ഇരിക്കത്തില്ല. സ്റ്റാർട്ടിങ്ങിൽ ആൾ എന്തെങ്കിലും ഒരു ഇതിൽ ടെൻഷൻ പോലെ ഇങ്ങനെ ഇരിക്കും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ ആക്റ്റീവ്സ് തുടങ്ങും, അങ്ങനെ ഓടാനും കളിക്കാനൊക്കെ തുടങ്ങും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ അവൻ്റെ പിന്നാലെ നടക്കുമല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് ഉറങ്ങിയത് കൊണ്ട് നമുക്ക് എല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇക്ക വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇക്ക നമ്മൾ ആലുവയിൽ പോയി ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ആ സ്റ്റോപ്പിൽ വന്ന് വെയിറ്റ് ചെയ്യുക കാറ് കൊണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കാർ എടുക്കാൻ റിട്ടേൺ പോകണ്ടല്ലോ എന്നുള്ളതിൽ ഇക്ക അവിടെ വന്ന് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ സ്റ്റോപ്പ് എത്താനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെട്രോയിലുള്ള ഒരു യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.